എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലിന്ത് ബീമിനെ കുറിച്ചാണ്. അതായത് അടിത്തറയിൽ വരുന്ന ബീമിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പം ഒരു ബീം പണിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സ്ട്രക്ചറൽ പ്ലാൻ തന്നെയാണ്. നല്ല ഒരു സ്ട്രക്ചർ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ ക്വാളിറ്റി കൂട്ടാനും കഴിയും. ഇപ്പം നമ്മളൊരു സാധാ ഒരു ബീം പണിയുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ കമ്പി ഇടുന്നു. പക്ഷേ ഈ ഒരു രീതിയിൽ നോക്കൂ, ഇത് ഒരു സ്ട്രക്ചറൽ ഡ്രോയിങ് വഴി നമ്മൾ ചെയ്യുന്നൊരു വർക്കാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് കമ്പയർലി വർക്ക് കൂടുതലാണ്, ലേബർ കോസ്റ്റ് നമുക്ക് കുറച്ച് കൂടും. പക്ഷേ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെറ്റീരിയൽ അതുപോലെ ലാഭിക്കാനും കഴിയും. അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി നല്ല മികച്ചതുമായിരിക്കും. നമ്മളിപ്പോൾ ഈ ബീമുകളിലെല്ലാം ശ്രദ്ധിക്കാമെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. റിങ് ഇട്ടേക്കുന്നതിൻ്റെ സ്പേസ് പോലും ഓരോ ബീമിലും ഓരോ രീതിയിലാണ്. അതുപോലെ തന്നെ ഓരോ ബീമിലും യൂസ് ചെയ്തിരിക്കുന്ന കമ്പിയും വ്യത്യസ്തമാണ്. ആ ബീമിന് ആവശ്യമായിട്ടുള്ള കമ്പികൾ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിൽ വരുന്ന ലോഡ് എത്രയാണെന്നുള്ള കാൽക്കുലേഷൻ അനുസരിച്ചാണ് ആ ബീമിൽ ഏത് കമ്പി എത്ര എണ്ണ യൂസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. പ്ലിന്ത് ബീമിന് മാത്രമല്ല, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്ട്രക്ചറിനും, ഇലക്ട്രിക്കലും അതുപോലെ പ്ലംബിങ് പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഡീറ്റെയിൽ പ്ലാൻ ഉണ്ടാക്കാമെങ്കിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ ലാഭിക്കുകയും ചെയ്യാം, കൺസ്ട്രക്ഷനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. വീടിൻ്റെ പ്ലിന്ത് ബീമിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യുക. നിങ്ങളുടെ സംശയമായാലും അല്ലെ അഭിനന്ദനമായാലും തീർച്ചയായിട്ടും അറിയിക്കുക. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നമസ്കാരം.